നമുക്കിത് നീലിയുടെ മനോഹരമായിട്ടുള്ള കഥയിലേക്ക് പോകാം. പണ്ട് പണ്ട്, വളരെ പണ്ട്, ബ്രഹ്മമലകൾക്കും അപ്പുറത്തൊരു കൊച്ചു ഗ്രാമമുണ്ടായിരുന്നു. ഇന്നത്തെ പോലെ വൈദ്യുതിയോ വാഹനങ്ങളോ ഒന്നുമില്ലായിരുന്ന ആ കാലത്ത് കാളവണ്ടി പോലും വളരെ വിരളമായിരുന്നു. വടക്ക് മാറി കാടിനോടിണങ്ങി ചേർന്ന് നിൽക്കുന്ന കൊട്ടിയൂർ എന്ന ദേശം ജന്മിവാഴ്ച കൊടുമ്പിരി കൊള്ളുന്നൊരു കാലം. അവിടെ നീലി എന്ന പേരുള്ള ഒരു കൊച്ചു അടിയാത്തി പെൺകുട്ടി ഉണ്ടായിരുന്നു. എല്ലാവർക്കും അവളോട് വലിയ ഇഷ്ടമായിരുന്നു. അവൾക്ക് തിരിച്ചു. കാടിനെയും കാവുകളെയും ഏറെ ഇഷ്ടപ്പെട്ടിരുന്ന നീലി ഏറെ നേരവും ചിലവഴിച്ചത് കാടിനുള്ളിലെ തന്റെ ഇഷ്ട പരദേവതയുടെ അടുത്തായിരുന്നു. എപ്പോഴും നീലി അവിടെ പോയിട്ടിരിക്കും. എന്നിട്ട് ഓരോ കാര്യങ്ങൾ ഒറ്റയ്ക്ക് സംസാരിക്കും. ഇടതൂർന്ന കാർക്കൂന്തലും വാലിട്ടെഴുതിയ കണ്ണും നീലിപ്പെണ്ണിന്റെ സൗന്ദര്യം ഇരട്ടിയാക്കി. കാടിനെയും കാട്ടുപൂഞ്ചോലകളെയും സ്നേഹിച്ച് അങ്ങനെ നീലി വളർന്നു. നീലിയെക്കുറിച്ച് കഥകൾ പറയുന്ന സമയത്ത് നീലിയുടെ പ്രണയത്തെക്കുറിച്ച് ആരും ഇതുവരെ പറയുന്നത് ഞാൻ കേട്ടിട്ടില്ല. ഇപ്പൊ എനിക്ക് തന്ന കഥയിൽ പോലും നീലിയെക്കുറിച്ചുള്ള പ്രണയമില്ല. അല്ലെങ്കിൽ എവിടെയാണെങ്കിൽ പോലും നീലിയുടെ പ്രണയത്തെക്കുറിച്ച് ആരും ഇതുവരെ പറയുന്നത് കേട്ടിട്ടില്ല. പക്ഷെ എനിക്കിപ്പോ എന്തോ പറയണമെന്ന് തോന്നി. അതുപോലെ തന്നെ നീലിക്ക് മനോഹരമായൊരു പ്രണയമുണ്ടായിരുന്നു. ബാല്യം കഴിഞ്ഞ് കൗമാരത്തിന്റെ ആരംഭത്തിൽ തന്നെ യൗവനത്തിലേക്ക് കടക്കുന്ന വഴികളിൽ അന്നത്തെ ആ കാലഘട്ടത്തിൽ നീലിക്ക് അതിസുന്ദരമായൊരു പ്രണയമുണ്ടായിരുന്നു. അന്നത്തെ കാലത്ത് വിദ്യാഭ്യാസം എന്നത് ഉയർന്ന ജാതിയുള്ളവർക്ക് മാത്രം അവകാശപ്പെട്ടതായിരുന്നു. കീഴ് ജാതിക്കാർക്ക് അത് കിട്ടാക്കനിയും. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ സുന്ദരിയായ നീലിക്ക് ഒരാഗ്രഹം. തനിക്കും അറിവ് നേടണം. നീലിയുടെ ഈ ആഗ്രഹം അറിഞ്ഞ മാതാപിതാക്കൾ തലയിൽ കൈവച്ചുപോയി. എന്നാൽ നീലി തന്റെ ആഗ്രഹത്തിൽ ഉറച്ചു നിന്നു. നീലിയുടെ ആഗ്രഹത്തിൽ എന്ത് ചെയ്യണമെന്നറിയാതെ മാതാപിതാക്കൾ വിഷമിച്ചിരുന്നു. അങ്ങനെ ഒരു ദിവസം ആ നാട്ടിലെ എഴുത്തച്ഛൻ അതുവഴി പോകുമ്പോൾ നീലിയും പിതാവും എഴുത്തച്ഛനെ കണ്ട് സംസാരിച്ചു. വളരെ ഭയന്നുകൊണ്ട് നീലിയുടെ പിതാവ് എഴുത്തച്ഛനോട് തന്റെ ആഗ്രഹം പറഞ്ഞു. എന്നാൽ നീലിയുടെ പിതാവിനെ ഞെട്ടിച്ചുകൊണ്ട് അവരുടെ ആഗ്രഹം എഴുത്തച്ഛൻ സാധിച്ചു തരാം എന്ന് വാക്ക് തന്നു. ഈ കാര്യം നമ്മൾ 3 പേരും മാത്രം അറിഞ്ഞാൽ മതി എന്ന നിബന്ധന എഴുത്തച്ഛൻ മുന്നിൽ വെച്ചു. അന്ന് തൊട്ട് നമ്മുടെ നീലിപ്പെണ്ണ് എഴുത്തച്ഛന്റെ ശിഷ്യയായി. ആരും കാണാതെ നീലിക്ക് അറിവുകൾ പകർന്നു നൽകി നമ്മുടെ എഴുത്തച്ഛൻ. എഴുത്തച്ഛനെ പോലും ഞെട്ടിച്ചുകൊണ്ട് നീലി ഓരോ അറിവും കരസ്ഥമാക്കി. ഇത് എഴുത്തച്ഛനിൽ ഒരേ സമയം സന്തോഷവും ഭയവും ഉണ്ടാക്കി. എന്തോ വലിയ ആപത്ത് വരാൻ പോകുന്നു എന്ന തോന്നൽ എഴുത്തച്ഛനിലുണ്ടായി. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. നീലി എല്ലാ അറിവും നേടി തന്റെ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയിരിക്കുന്നു. എഴുത്തച്ഛനെ കൈകൂപ്പി വണങ്ങി നീലി അവിടെ നിറങ്ങി. എന്നാൽ വരാൻ പോകുന്ന ആ വലിയ വിപത്തിനെ കുറിച്ച് നമ്മുടെ കൊച്ചു നീലിക്ക് അറിവുണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു നാൾ നീലി തന്റെ ഇഷ്ടദേവതയെ കാണാൻ കാട്ടിലേക്ക് പോവുകയായിരുന്നു. ഒരു ഇടവഴിയിലൂടെ മുന്നോട്ടേക്ക് പോകുമ്പോൾ എതിരെ നിന്നും കോവിലകത്തെ തമ്പ്രാക്കന്മാർ വരുന്നത് സുന്ദരിയായ നീലി കണ്ടു. ആ ഇടവഴിയിൽ നീലിപ്പെണ്ണ് ശരിക്കും പെട്ടുപോയി. തിരിച്ചു നടക്കാം എന്ന് വിചാരിച്ചാൽ കുറെ ദൂരമുണ്ട്. നീലിക്കാകെ ഭയമായി. എന്ത് ചെയ്യണമെന്നറിയാതെ നമ്മുടെ നീലി അവിടെ തരിച്ചു നിന്നു. അപ്പോഴേക്കും അവർ നീലിയുടെ അടുത്തെത്തിയിരുന്നു. തങ്ങളെ കണ്ടിട്ടും വഴി മാറിത്തരാത്ത പെണ്ണിനെ കണ്ട് അവർ ആദ്യം ഒന്ന് അമ്പരന്നു. പിന്നെ അവർ നീലിയെ തലങ്ങും വിലങ്ങും ശകാരിച്ചു. എന്നാൽ എവിടെ നിന്നോ പെട്ടെന്ന് കിട്ടിയ ധൈര്യത്തിൽ നീലി അവരോട് കയർത്ത് സംസാരിച്ചു. ഇത് അവരിൽ കോപമുണ്ടാവാൻ കാരണമായി. അവിടുന്ന് തിരിച്ച് വീട്ടിലേക്കൂടെ നീലി നാട്ടിലെ കുളക്കടവിലിരുന്ന് ഒരുപാട് കരഞ്ഞു. നീലിയുടെ സംസാരത്തിൽ അപമാനിതരായ കോവിലകത്തെ തമ്പ്രാക്കന്മാർ നീലിയെ വകവരുത്താൻ തീരുമാനിച്ചു. അതിനായി അവർ ഒറ്റയ്ക്ക് കാത്തിരുന്നു. ഒരു നാൾ നീലിയെ ഒറ്റയ്ക്ക് കിട്ടിയ തക്കത്തിന് അവർ കൊന്നുകളഞ്ഞു. പിറ്റേന്ന് ആ നാടുണർന്നത് നീലിയുടെ മരണവാർത്ത അറിഞ്ഞു. ഇതറിഞ്ഞ എഴുത്തച്ഛൻ നെഞ്ചു പൊട്ടിത്തെറിച്ചു. നീലിയുടെ മാതാപിതാക്കൾ പരദേവതയുടെ മുന്നിൽ തലതെറിച്ചെത്തി. ഒരു നാട് മുഴുവൻ കണ്ണീരിൽ കുതിർന്നു. പ്രകൃതി പോലും സങ്കടം സഹിക്കാതെ പൊട്ടിക്കരഞ്ഞു. പതിയെ പതിയെ ആ നാട്ടിൽ ഓരോ പ്രശ്നങ്ങൾ രൂപപ്പെട്ടു വന്നു തുടങ്ങി. കൃഷിയിടങ്ങൾ ഉണങ്ങി വരണ്ടു. തോടുകളും കാട്ടരുവികളും വറ്റിവരണ്ടു. ഇത് കോവിലകത്തെ ഒന്നടങ്കം പേടിപ്പെടുത്തി. എന്തോ വലിയ ദുരന്തം വരാൻ പോകുന്നു എന്നവർക്ക് മനസ്സിലായി. ഇതിന് പ്രതിവിധി എന്നോണം അവർ കാളകാട്ടിലെത്തെ കാളകാട്ട് നമ്പൂതിരിയെ വിളിച്ചു വരുത്തി പ്രശ്നം വെച്ച് നോക്കി. ഭയപ്പെട്ടതുപോലെ തന്നെ സംഭവിച്ചിരിക്കുന്നു. നീലി പുനർജനിച്ചിരിക്കുന്നു. അവളുടെ ക്രോധത്തെ തടുക്കാൻ നിങ്ങളെ കൊണ്ടാവില്ല. ഈ നാട് വിട്ടു പോകുക
എന്നൊറ്റ പോംവഴിയെ ഇതിലുള്ളൂ എന്ന് കാളകാട്ട് അവരെ അറിയിച്ചു. ദിവസം കൂടുന്തോറും നീലി ശക്തി ആർജിച്ചുകൊണ്ട് അവളെ തടുക്കാൻ ആരെക്കൊണ്ടും സാധിച്ചില്ല. കുളത്തിൽ കുളിക്കാൻ വരുന്നവരെ അവളുടെ സൗന്ദര്യത്തിൽ മയക്കി താളിയും എണ്ണയും കൊടുത്ത് വശീകരിച്ച് കുളത്തിൽ കൊന്നു താഴ്ത്തി. പേടിച്ച് ഭയന്ന ജനങ്ങൾ നാടുവിട്ടു. അങ്ങനെ പതിയെ പതിയെ നീലിയുടെ കണ്ണുകൾ കോവിലകത്തെ തേടിയെത്തി. അവിടെയുള്ളവരെ ഓരോരുത്തരായി നീലി വകവരുത്താൻ തുടങ്ങി. പേടിച്ച് വിറച്ച് കോവിലകത്തെ കാരണവർ കാളകാട്ടിലെത്ത് അഭയം പ്രാപിച്ചു. കാളകാട്ട് നമ്പൂതിരിയോട് തെറ്റുകൾ ഏറ്റു പറഞ്ഞ് പൊട്ടിക്കരഞ്ഞു. അങ്ങനെ കാളകാട്ട് വീണ്ടും ആ നാട്ടിലേക്ക് പുറപ്പെട്ടു. നടന്ന് ക്ഷീണിച്ച കാളകാട്ട് കുറച്ചുനേരം വിശ്രമിക്കാനായി കുളക്കടവിലിരുന്നു. താനിരിക്കുന്ന എതിർവശത്ത് ഒരു സുന്ദരിയായ സ്ത്രീരൂപം തന്നെ നോക്കിയിരിക്കുന്നത് നമ്പൂതിരി ശ്രദ്ധിച്ചു. എന്താ, ക്ഷീണിച്ചോ? അവൾ വളരെ സൗമ്യതയോടെ നമ്പൂതിരിയോട് ചോദിച്ചു. വളരെ ശാന്തമായി നമ്പൂതിരി അവൾക്ക് മറുപടി കൊടുത്തു. അതിനവൾ ആർത്തട്ടഹസിച്ചു. നമ്പൂതിരിയുടെ അടുത്തേക്ക് നടന്നു വന്ന അവൾ നമ്പൂതിരിക്ക് നേരെ താളിയും എണ്ണയും നീട്ടി. എന്നാൽ നീലിയുടെ സകല മുൻവിധികളെയും തെറ്റിച്ചുകൊണ്ട് ഇത് തന്റെ അമ്മ തന്ന അമൃതാണെന്ന് പറഞ്ഞ് നമ്പൂതിരി അത് പാനം ചെയ്തു. നമ്പൂതിരിയുടെ അമ്മ എന്ന വിശേഷണത്തിൽ നീലിയുടെ മനസ്സലിഞ്ഞു. നമ്പൂതിരിയുടെ സ്ഥാനത്ത് നീലി തന്റെ പിതാവിനെ കണ്ടു. ആ കുഞ്ഞു മനസ്സ് പിടഞ്ഞു. തന്നെ സ്നേഹിച്ച ജനങ്ങളോട് താൻ വലിയ തെറ്റ് ചെയ്തു എന്ന ബോധം നീലിയിലുണ്ടായി. അങ്ങനെ നീലി തന്റെ കഥകൾ നമ്പൂതിരിയോട് വിവരിച്ചു. കഥ കേട്ട് മനസ്സ് നൊന്ന കാളക്കാട്ട് നമ്പൂതിരി തന്റെ കൂടെ വരാൻ നീലിയോട് ആവശ്യപ്പെട്ടു. എന്നാൽ നീലി പറഞ്ഞ കാര്യം കേട്ട് ആദ്യം നമ്പൂതിരി ഒന്ന് ഞെട്ടി. അസുരഗണത്തിൽപ്പെട്ട പുലിയും ദേവഗണത്തിൽപ്പെട്ട പശുവും ചേർന്ന് എവിടെ വാഴുന്നുവോ അവിടെ എന്നെ നീ കൂടിയിരുത്തുക. ഇത്രയും പറഞ്ഞ് അവർ രണ്ടുപേരും വടക്കോട്ട് യാത്ര ആരംഭിച്ചു. കാതങ്ങൾ ഏറെ കഴിഞ്ഞപ്പോൾ മാങ്ങാട് എന്ന ദേശത്ത് നീലി പറഞ്ഞ പോലെ പുലിയും പശുവും ചേർന്ന് നിൽക്കുന്നത് നമ്പൂതിരിക്ക് കാണാൻ കഴിഞ്ഞു. അവിടെ ആ ഘോരവനത്തിനുള്ളിൽ നമ്പൂതിരി നീലിയെ തളച്ചു. അവിടെയുള്ള ജനങ്ങൾ ഇന്നും നീലിയെ തങ്ങളുടെ ദേവതയായി കണ്ട് ആരാധിച്ചു പോകും. മലബാറിലെ കണ്ണൂർ എന്ന ദേശത്ത് ധർമ്മശാലയിലെ മാങ്ങാട് എന്ന സ്ഥലത്ത് മാസത്തിലെ ഒരു നാൾ നീലിയെ ദൈവകോലം കെട്ടിച്ച് ആടിച്ച് ആരാധിച്ചു പോകുന്നു. കാടിനുള്ളിൽ നിന്നും തെയ്യക്കോലമായി തന്റെ മക്കളെ കാണാൻ നീലി വരുന്ന കാഴ്ച അതൊരു വല്ലാത്ത കാഴ്ച തന്നെയാണ്.